റബ്ബി ഗ്ഫിർലി അതൂബു ഇലല്ലാഹ് എല്ലാ ദിവസവും പറഞ്ഞു. നബി പറഞ്ഞു ഞാൻ 100 വട്ടം പറയുന്നുണ്ട്. അപ്പൊ ആ തൗബ അല്ലാഹ് സ്വീകരിച്ചില്ലെങ്കിലോ സ്വർഗത്ത് പോകാൻ പറ്റുമോ? തൗബ അല്ലാഹ് തടഞ്ഞു വെച്ചിരിക്കുന്നു. കാരണം ബിദ്അത്തുകാരനാണ്. കണ്ടോ, ഹൗദുൽ കൗസർ കുടിക്കാൻ വേണ്ടി ചെല്ലുമ്പോ കുറെ ആൾക്ക് അങ്ങ് അടുക്കാൻ കഴിയുന്നില്ല. തടഞ്ഞു വെക്കപ്പെട്ടതായി റസൂലുള്ള കാണുകയാണ്. എല്ലാവർക്കും ഹൗദുൽ കൗസർ കോരിക്കൊടുത്തോണ്ടിരിക്കുക. ദാഹം ദാഹം എന്ന് പറയുന്ന പരലോകത്ത് കേട്ടിട്ടുണ്ടാവുന്ന കാണാൻ സംഭവം. ഇമാം ബുഖാരി ധരിക്കുന്ന ഹദീസ. അപ്പൊ റസൂൽ പറയാൻ അള്ളാഹിനോട് എന്റെ ഉമ്മത്തപ്പെട്ടവരാണ് ഓലങ്ങോട്ട് വിടണം. അപ്പൊ അള്ളാന്റെ മറുപടി ഇന്നക ലാ തദ്രി മാ അഹദസു ബഅദക. അവർ നിനക്ക് ശേഷം ഈ ദീനിൽ എന്തൊക്കെ പുതിയതുണ്ടാക്കിയെന്ന് മുഹമ്മദ് നിനക്കറിയില്ല, നീ വഫാത്തായി പോയില്ലേ. അപ്പൊ റസൂൽ പറയുന്നത് എനിക്ക് ശേഷം ഈ മതത്തെ മാറ്റിമറിച്ചവർ അകന്നു പോകട്ടെ, വിദൂരം വിദൂരം. കേട്ടിട്ടില്ല നിങ്ങൾ ആ ഹദീസ്? അപ്പൊ ബിദ്അത്തിന്റെ ഗൗരവം എന്താ? തൗബ തടഞ്ഞു വെക്കപ്പെടും, അവസാനം വലാലത്തിലായി നരകത്തിൽ പോകും, നാളെ ഹൗദുൽ കൗസർ കുടിക്കാനുള്ള ഭാഗ്യം പോലും കിട്ടൂല. ഇങ്ങനത്തെ ഗൗരവമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞാൻ അഹ്ലു സുന്നത്തിന്റെ ആളാണ്, ഞാൻ സുന്നിയാണെന്ന് പറയുന്നവർ സുന്നത്തിൽ സ്ഥിരപ്പെട്ടത് മാത്രം ചെയ്യുകയും ബിദ്അത്ത് വരെ സസന്തോഷം കൈയൊഴിക്കുകയും വേണം. അപ്പോഴേ നമ്മൾ അഹ്ലു സുന്നയാവുകയുള്ളൂ. അതാണ് അഹ്ലു സുന്നത്തിന്റെ ആദർശത്തിൽ നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത്. പ്രമാണങ്ങളോടുള്ള അഹ്ലു സുന്നത്തിന്റെ സമീപനം. സുന്നത്ത് സുന്നത്തുൽ ജമാഅ എന്നുള്ള പേര് അത് പിൽക്കാലത്തുണ്ടായ ഒരു പേരല്ലേ. ഖുർആനിൽ മുസ്ലിമീങ്ങളെ പറ്റി അഹ്ലു സുന്നത്തുൽ ജമാഅത്ത് എന്ന് പറഞ്ഞില്ലല്ലോ. മുഅ്മിനീൻ, മുത്തഖീൻ, മുസ്ലിമീൻ, മുഹ്സിനീൻ ഇതൊക്കെയല്ലേ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെന്തിനാ നമ്മൾ ഈ പുതിയ പേര് സ്വീകരിച്ചത്? അതിനൊരു ചരിത്രമുണ്ട്. ഇസ്ലാമിക ചരിത്രത്തിലൊരു പ്രത്യേക ഘട്ടത്തിലാണ് നമ്മുടെ മുൻഗാമികൾ ആ പേര് സ്വീകരിക്കാൻ നിർബന്ധിതരായത്. അതെപ്പോഴാണെന്നറിയോ? പ്രവാചകൻ സാഹസയുടെ കാലത്തിന് ശേഷം സഹാബികളുടെ കാലത്ത് തന്നെ പുതിയ കക്ഷികൾ ഉടലെടുക്കാൻ തുടങ്ങി. ഇപ്പൊ ഷിയാക്കളുണ്ടായി. എങ്ങനെ തുടക്കം എങ്ങനെയാ? റസൂൽ ഉണ്ടാക്കിയ ശേഷം ഖലീഫയാകേണ്ടിയിരുന്നത് നബി കുടുംബത്തിൽപ്പെട്ട അലി ആയിരുന്നില്ലേ എന്നൊരു ചെറിയ ചിന്ത. പ്രവാചക കുടുംബത്തോടുള്ള സ്നേഹം പറഞ്ഞ് പൊലിപ്പിച്ചിട്ട് അതുണ്ടാക്കിയത്. അങ്ങനെ ശരിയാണ്, അങ്ങനെയാണല്ലോ എന്ന് പറയുന്ന കുറച്ചാളുണ്ടായി. എല്ലാത്തിനും കുറച്ചാൾ കിട്ടുമല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെന്തായി? പോയി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു, ഉമർ ഫാറൂഖ് റളിയല്ലാഹു, ഉസ്മാൻ റളിയല്ലാഹു ഒക്കെ ഖിലാഫത്ത് തട്ടിയെടുത്തവരാണ്. അലി ഇബ്നു അബീ താലിബിന്റെ അവകാശം നിഷേധിച്ചവരാണ്. അവർക്ക് ഖിലാഫത്ത് അംഗീകരിച്ചു കൊടുത്തവരും അവരും കാഫിറാണ്. കണ്ട പോയ പോക്ക്. പിന്നെ പറയുന്നതായി അലി ഇബ്നു അബീ താലിബിൽ അള്ളാഹു ഇറങ്ങിയിട്ടുണ്ട് എന്നായി. അലി ഇബ്നു അബീ താലിബിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന അവസ്ഥ വന്നു. അങ്ങനെയാണ് ഷിയ എന്ന വിഭാഗം ഉണ്ടായത്. അലി ഇബ്നു അബീ താലിബിന്റെ കാലത്ത് തന്നെ ഖവാരിജ് എന്ന വിഭാഗം ഉണ്ടായി. പിന്നീട് ഖദരിയാക്കളുണ്ടായി, ജബരിയാക്കളുണ്ടായി, മുഅ്തസിലത്തുണ്ടായി, മുർജിഅത്തുണ്ടായി. ഇങ്ങനെ പല കക്ഷികളുണ്ടായി. ഇങ്ങനെ പല കക്ഷികളും വരികയും അവരൊക്കെ വാദിച്ചു ഞങ്ങൾ യഥാർത്ഥ പ്രവാചകന്റെ അനുയായികളും പ്രവാചകന്റെ അനുയായികളായ സഹാബികളെ പിൻപറ്റുന്നവരുമാണ് എന്ന് വാദിച്ചു. സ്വാഭാവികമായും യഥാർത്ഥ മുസ്ലിമീങ്ങൾക്ക് അവരെ വേർതിരിച്ചു നിർത്തുന്ന, ജനങ്ങൾക്കിടയിൽ വേർതിരിച്ചറിയുന്ന ഒരു മേൽവിലാസം സ്വീകരിക്കേണ്ടി വന്നു. അപ്പോൾ അവർ സ്വീകരിച്ച പേരാണ് അഹ്ലുസുന്ന വൽ ജമാഅ എന്നത്. അത് എവിടുന്നാണ് ആ പേര് കിട്ടിയത്? റസൂലുള്ളാഹിയുടെ ഹദീസിൽ നിന്ന് എടുത്തതാണെന്ന്. ഇന്ന ബനി ഇസ്രായീല ഇഫ്തറഖു അലാ 71 മില്ല. ബനൂ ഇസ്രായേൽ സമുദായം 71 കക്ഷികളായി വേർതിരിഞ്ഞു പോയി. വഖത്തരിഖു ഉമ്മത്തി അലാ 73 മില്ല. എന്റെ സമുദായം 73 കക്ഷികളായി വേർതിരിയും. കുല്ലുഹാ ഫിന്നാർ, അവയെല്ലാം നരകത്തിലാണ്. ഇല്ല വാഹിദ, ഒരു കക്ഷി ഒഴികെ. അപ്പൊ ബനൂ ഇസ്രായേൽ സമുദായം 72 കക്ഷികളായി വേർതിരിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ഉമ്മത്ത് 73 വിഭാഗമാകും. അതൊക്കെയും നരകത്തിലാണ്, ഒന്ന് മാത്രം സ്വർഗത്തിൽ എന്ന് പറഞ്ഞ ഹദീസ്. ഈ ഹദീസിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഈ പേര് സ്വീകരിച്ചത്. ഒരു വിഭാഗം മാത്രമേ രക്ഷപ്പെടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ സഹാബത്ത് ചോദിച്ചു, ഏതാണ് രക്ഷപ്പെടുന്ന കക്ഷി? അതിന് പ്രവാചകന്റെ ചുരുങ്ങിയ മറുപടി, മാ അന അലൈഹി യൗമ വഅസ്ഹാബി, ഞാനും എന്റെ സഹാബികളും ഇന്ന് ഏതൊരു നിലപാടിലാണോ ആ നിലപാടിൽ നിലകൊള്ളുന്നവർ. അപ്പൊ മാ അന അലൈഹി, ഞാൻ ഏതൊരു നിലപാടിലാണോ അതാണ് അസ്സുന്ന, വഅസ്ഹാബി അതാണ് അൽ ജമാഅ. അപ്പൊ ആ ഹദീസിൽ നിന്നാണ് ഇങ്ങനെ ഒരു പേര് നമ്മുടെ മുൻഗാമികൾ സ്വീകരിച്ചിട്ടുള്ളത്. അവരെ കുറിച്ചാണ് അൽ ഫിർഖത്തുൻ നാജിയ, രക്ഷപ്പെടുന്ന കക്ഷി, വിജയിച്ച കക്ഷി എന്ന് പറയുന്നത്. അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് പേര് വിളിക്കപ്പെടുന്ന വിഭാഗവും ഫിർഖത്തുൻ നാജിയ എന്ന് പേര് വിളിക്കപ്പെടുന്ന വിഭാഗവും ഒരേ സംഘം തന്നെയാണ്. ഒരേ സംഘത്തിന്റെ 2 പേരുകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം.
പക്ഷേ അസുന്നത്തും അൽജമാഅത്തും അവലംബിക്കുന്നവർ എന്ന സ്ഥിതി മാറി ഷിയാക്കളല്ലാത്തവരൊക്കെ സുന്നികൾ എന്നാണ് ഇപ്പോൾ ലോകത്തറിയപ്പെടുന്നത്. അല്ലേ? ഒന്നുകിൽ ഷിയ അല്ലെങ്കിൽ സുന്നി എന്നാണ്. അപ്പൊ കേരളത്തിൽ സുന്നി മാത്രമേ ഉള്ളൂ, ഷിയാക്കൾ ഇല്ലല്ലോ. ഉത്തരേന്ത്യയിൽ പോയാൽ ഷിയയുണ്ട് സുന്നിയുണ്ട്, ലോകത്തിന്റെ പല ഭാഗത്തുണ്ട്. എന്നാൽ അതല്ല യഥാർത്ഥത്തിൽ അഹ്ലുസുന്നത്തും അല്ലാത്തതും വേർതിരിക്കാനുള്ള മാനദണ്ഡം. ഇപ്പൊ കേരളത്തിൽ എല്ലാ മുസ്ലിം സംഘടനകളും അവകാശപ്പെടുന്നുണ്ട് ഞങ്ങൾ അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന്റെ ആളുകളാണ്. കാരണം സ്വർഗത്ത് പോകുന്ന കക്ഷി അതാണല്ലോ, ഇസ്ലാമിന്റെ യഥാർത്ഥ പാത അതാണല്ലോ എന്ന നിലക്ക്. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നിഷ്പക്ഷമായി പരിശോധിക്കാം ഈ ഒരു മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ. മാഅന അലൈഹി വസ്സഹബി എന്ന മാനദണ്ഡം, ഞാനും എന്റെ സഹാബത്തും സ്വീകരിച്ച മാർഗം. അപ്പൊ റസൂലും സഹാബത്തും സ്വീകരിച്ച മാർഗം ആരാ സ്വീകരിച്ചിട്ടുള്ളത്? അതോട് നോക്കിയാൽ തീർന്നു. ഓരോ വിഷയങ്ങളും എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പൊ നിങ്ങൾ നോക്കി, കേരളത്തിൽ വലിയ തർക്കത്തിലുള്ള വിഷയമാണ് അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുണ്ടോ പാടില്ലേ എന്നത്. അപ്പൊ നമുക്ക് പരിശോധിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും മുൻകാല നബിമാരെ വിളിച്ചു തേടിയിട്ടുണ്ടോ? അല്ലെങ്കിൽ റസൂൽ പഠിപ്പിച്ച ദുആയിൽ എവിടെയെങ്കിലും മുൻഗാമികളായ നബിമാരോടുള്ള പ്രാർത്ഥന ഇസ്തിഗാസയുണ്ടോ? പരിശോധിക്കേണ്ട കാര്യമാണ്. സഹാബികളാരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷം നബിയെ വിളിച്ചു തേടിയിട്ടുണ്ടോ? അല്ലെങ്കിൽ മറ്റു അമ്പിയാക്കളെ വിളിച്ചു തേടിയിട്ടുണ്ടോ? ഇല്ല എന്നാണ് നമ്മൾ ആവർത്തിച്ച് പറയുന്നത്. പക്ഷേ കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന ഞങ്ങൾ സുന്നികളാണെന്ന് അവകാശപ്പെടുന്ന ആളുകൾ അവർ പറയുന്നു റസൂലുള്ളാഹിനെ വിളിച്ചു തേടാം. അപ്പൊ ഇവിടെ സംവാദം തന്നെ നടത്താൻ വന്നില്ലേ? റസൂലിനെ വിളിച്ചു തേടുന്നതിന് കുഴപ്പമില്ല, മഹാന്മാരെ അമ്പിയാക്കളെ ഔലിയാക്കളെയും വിളിച്ചു തേടുന്നതിന് ഒരു കുഴപ്പമില്ല എന്നാ സ്ഥാപിക്കുന്നത്. ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഏതെങ്കിലും ഒരു ദുആ, സ്വഹീഹായ ഹദീസിൽ വന്ന ഏതെങ്കിലും ഒരു ദുആ ഉണ്ടോ? രാവിലെ എണീക്കുമ്പോൾ ദുആ, കിടക്കുമ്പോൾ ദുആ, അല്ലേ, വസ്ത്രം ധരിക്കുമ്പോൾ ദുആ, എല്ലാ സമയത്തും ദുആവും ദിക്റും പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പഠിപ്പിച്ച ഏതെങ്കിലും ഒരു ദുആയിൽ നമുക്കിത് കാണാൻ കഴിയുന്നുണ്ടോ? ഒരിക്കലും കാണാൻ കഴിയുന്നില്ല. സഹാബത്തോ? റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷമുണ്ടായ ഓരോ സംഭവങ്ങളും നിങ്ങൾ എടുത്തു നോക്കൂ. റസൂലുള്ളാഹിയുടെ ഭൗതിക ശരീരം മറവ് ചെയ്യുന്നതിന് മുമ്പാണ് ഖലീഫ ആരായിരിക്കണമെന്ന തർക്കമുണ്ടായത്. അല്ലേ? അപ്പുറത്ത് ബനൂ സായിദക്കാർ ഹാളിൽ യോഗം ചേർന്നിരിക്കുകയാണ്, റസൂലുള്ളാഹിന്റെ ഭൗതിക ശരീരം മറവ് ചെയ്തിട്ടില്ല. അപ്പോൾ ചെറിയ തർക്കമുണ്ടാവുകയും മുഹാജിറുകൾക്ക് ഒരു ഖലീഫ, അൻസാറുകൾക്ക് വേറെ ഖലീഫ എന്തിനും ഭിന്നതയൊക്കെ ഉണ്ടായി. ആരെങ്കിലും പോയി റസൂലുള്ളാഹി അവിടെ ഉണ്ടല്ലോ, മരിച്ചാലും റസൂല് കാണും, കേൾക്കും, അറിയും, മനസ്സിലാക്കുന്ന ആൾ അവരെ വിശ്വാസം. എന്നാ സഹാബത്ത് അങ്ങനെ വിശ്വസിച്ചിരുന്നോ? സഹാബത്ത് ആരെങ്കിലും പോയി ചോദിച്ചോ റസൂലിനോട് ആരാ ഖലീഫയാകേണ്ടതെന്ന്? റസൂൽ അതിൽ ഇടപെട്ടോ? റസൂൽ അറിയുന്നുണ്ട് എന്നല്ല ഇവർ പറയുന്നത്. അപ്പുറത്തതാ എന്റെ സഹാബത്ത് തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. നബി ഒരു ശബ്ദം പുറപ്പെടുവിച്ചോ? ഉണ്ടായില്ല. ഇനി അത് കഴിഞ്ഞു ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കൊലപാതകത്തിന് ശേഷം സഹാബികൾ എന്ത് ചേരിയായി. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഘാതകരെ കണ്ടെത്തിയിട്ട് മതി അലി റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് കയ്യേൽക്കൽ എന്നൊരു കൂട്ടർ. അലി ഇബ്നു അബീ താലിബും കൂടെയുള്ള സഹാബത്തും പറഞ്ഞു, ക്രമസമാധാനത്തിൽ അങ്ങേറ്റം വഷളായ സന്ദർഭത്തിൽ ആദ്യം ഭരണത്തിൽ ഇരുന്ന് ക്രമസമാധാനം പുനഃസ്ഥാപിച്ചിട്ട് നമുക്കെന്ത് ചെയ്യാം? ഘാതകരെ കണ്ടെത്താം. അപ്പോഴേക്കും പ്രചാരണങ്ങൾ മൂത്തു. അലി ഇബ്നു അബീ താലിബ് ഉസ്മാനിന്റെ ഘാതകർക്ക് അഭയം കൊടുക്കുന്നു എന്നവരെ പ്രചാരമുണ്ടായി. പുതുതായി ഇസ്ലാമിനെ നശിപ്പിക്കാൻ കടന്നു വന്ന അബ്ദുല്ലാഹി ഇബ്നു സബഇനെ പോലുള്ള ജൂതന്മാരെന്ത് ചെയ്തു? ആ രംഗം ശരിക്കും ഉപയോഗപ്പെടുത്തി. അങ്ങനെ സഹാബികൾ എന്ത് ചേരിയായി ജമൽ സിഫീൻ യുദ്ധങ്ങൾ വരെ ഉണ്ടായി. ഇന്ന് ആരെങ്കിലും റസൂലിന്റെ ഖബറിനെ പോയി ചോദിച്ചോ ആരാണ് ഇതിൽ യഥാർത്ഥ കക്ഷി? ചോദിച്ചില്ല. കാരണം അവർക്കറിയുന്ന റസൂലിനോട് ചോദിച്ചാൽ റസൂൽ കേൾക്കൂല, റസൂൽ മനസ്സിലാവില്ല. അതുപോലെ നിങ്ങൾ നോക്കൂ, വരൾച്ച ഉണ്ടായി. റസൂൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് റസൂലെ ഇതാ കാലികൾ വരെ ചത്തുപോകാൻ തുടങ്ങുന്ന ദുആ ചെയ്യണം. റസൂൽ മിമ്പറിൽ വെച്ച് കൈകൾ ഉയർത്തി ദുആ ചെയ്തു, മഴ പെയ്തു. എന്നാൽ റസൂലിന്റെ മരണം കഴിഞ്ഞ് ഉമറുള്ളാഹിന്റെ കാലത്ത് വരൾച്ച ഉണ്ടായപ്പോഴോ റസൂലിന്റെ ഖബർ അവിടെയല്ലേ? ആരെങ്കിലും പോയിട്ട് റസൂലിനോടൊന്ന് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടോ? അതെ, റസൂലിനോട് ചോദിച്ചോ വെള്ളം തരുന്ന നബിയേന്ന്? ഇന്നിപ്പോ അങ്ങനെയൊക്കെയാണ് പറയുന്നത്. എന്നാൽ സുഹൃത്തുക്കളെ, അവിടെ എന്താ ഉണ്ടായത്? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ചെയ്തത്. സുയൂത്തിയുടെ അൽ-അംറു ബിൽ ഇത്തിബാഇ വന്നഹി അനിൽ ഇബ്തിദാ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, വസ്സഹാബത്തു റളിയല്ലാഹു അൻഹും ഖദ് അജ്ദബു മർറാത്തിൻ, സഹാബികൾക്ക് പലപ്പോഴും വരൾച്ചകൾ ഉണ്ടായി. വദഹമത്തുൻ നവായിബു ബഅദ മൗതിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം അവർക്ക് പല പ്രയാസങ്ങളും വിപത്തുകളും ഉണ്ടായി. ഫഹല്ലാ ജാഉ വസ്തസ്ഖൗ, അവരെന്തുകൊണ്ട് റസൂലുള്ളാഹിന്റെ ഖബറിൽ വന്നില്ല? എന്നിട്ട് നബിയോട് മഴയെ തേടിയില്ല?
അവിസ്തഗാതു ഇൻദ ഖബരിഹി, അലി റസൂലിന്റെ ഖബറിൽ വന്നിട്ട് അള്ളാഹിനോട് ദുആ ചെയ്തില്ല. വഹു അക്രമുൽ ഖൽഖി അലല്ലാഹി അസ്സ വജല്ല, അള്ളാഹിന്റെ പടപ്പുകളിൽ അള്ളാഹ് ഏറ്റവും ആദരിക്കപ്പെടുന്ന അദ്ദേഹമാണല്ലോ. ബൽ ഖർജ ഫീ ഉമർ ഇബ്നുൽ ഖത്താബ് ബിൻ അബ്ബാസ് അമ്മിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ പിതൃവ്യനായ അബ്ബാസിനെ കൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു പുറപ്പെട്ടു ഇലൽ മുസല്ല, പെരുന്നാൾ നിസ്കാരം നടക്കുന്ന സ്ഥലത്തേക്ക്. ഫസ്തസ്ഖാ ബിഹി എന്നത് അവിടെ വെച്ച് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. വലം യസ്തസ്ഖു ഇൻദ ഖബറിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലിന്റെ ഖബറിനടുക്കൽ ഒരു ഇസ്തിസ്ഖാ നടത്തിയില്ല. അപ്പൊ റസൂലുള്ളാഹി മരിച്ചു, ഇനി റസൂലിനോട് തേടിയിട്ട് കാര്യമില്ല, ചോദിച്ചിട്ട് കാര്യമില്ല എന്നാണ് സഹാബത്ത് മനസ്സിലാക്കിയത്. അപ്പൊ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ആകണമെങ്കിൽ എന്ത് വേണം? റസൂലിനോട് മാത്രം പ്രാർത്ഥിക്കുക. അതാണ് പ്രവാചകന്റെ നടപടി, അതാണ് സഹാബത്തിന്റെ നടപടി. ഈ പ്രസ്താവനയ്ക്ക് ശേഷം സുയൂത്തി പറഞ്ഞ വാക്കെന്തറിയോ? ഫലാ തഅബുദു ഇല്ലാ ഇയ്യാ, അതുകൊണ്ട് നീ അല്ലാഹുവിനെ അല്ലാതെ ആരാധിക്കരുത്. വലാ തദ്ഉ ഇല്ലാ, അവനോടല്ലാതെ ദുആ ചെയ്യരുത്. വലാ തസ്തഗിസ് ഇല്ലാ ബി, അവനോടല്ലാതെ ഇസ്തിഗാസ നടത്തരുത്. വലാ തസ്തഇൻ ഇല്ലാ ബി, അവനോടല്ലാതെ നീ സഹായം തേടരുത്. ഫഇന്നഹു ലാ മാനിഅ ലിമാ അതൈത വലാ മുഅ്സിയ വലാ ളാറ വലാ നാഫിഅ ഇല്ലാ ഹുവ. എന്തെങ്കിലും ഉപദ്രവങ്ങൾ വന്നാൽ തടയാൻ, അള്ളാഹു നൽകിയത് തടയാൻ ആരുമില്ല. അവനല്ലാതെ നന്മകൾ നൽകാനോ തിന്മകളെ തടയാനോ ഉപകാരം നൽകാനോ അവനല്ലാതെ ഇല്ല. സുബ്ഹാനഹു വ തആല, അവൻ പരിശുദ്ധനാണ്, അവൻ അത്യുന്നതനാണ്. അലൈഹി തവക്കൽതു ഇലൈഹി ഉനീബ്, അവനിലേക്ക് ഞാൻ മടങ്ങുന്നു, അവനിൽ ഞാൻ പരമേൽപ്പിക്കുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ അഹ്ലുസുന്നത്തിന്റെ നിലപാട്. പക്ഷേ ഇന്ന് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ നടുക്കഷ്ണങ്ങളാണെന്ന് പറയുന്ന പണ്ഡിതന്മാരെന്താ പറയുന്നത്? മഹാന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ ആളുകളെ പ്രേരിപ്പിക്കാണ്. അമ്പർത്തങ്ങളെ വിളിച്ചോ, ബദരീങ്ങളെ വിളിച്ചോ, ഈ വഹാബിയുടെ പ്രസംഗം കേട്ടിട്ട് അവരൊന്നും ഒഴിവാക്കണ്ട. പണ്ട് നൂഹ് നബിന്റെ കാലത്ത് വദ്ദി സുവായി എന്ന് തുടങ്ങി യഹൂസി ഔക്കിനോ മഹാന്മാര് ബിംബുണ്ടാക്കി ആരാധിച്ചിരുന്നു. അവരെ തൊട്ട് തൗഹീദ് പറഞ്ഞപ്പോ അവരെന്താ പറഞ്ഞത്? ലാ തദറുന്ന ആലിഹത്തക്കും വലാ തദറുന്ന വദ്ദം വലാ സുവാ. നൂഹിന്റെ വാക്ക് കേട്ട് നിങ്ങളുടെ ദൈവങ്ങൾ ഒഴിവാക്കല്ല കേട്ടോ, വദ്ദിനി സുവായിനി ഒഴിവാക്കല്ല കേട്ടോ. വലാ യഗൂസ് വയഊക വനസ്റ, യഗൂസിനി യഊക്കിൻ നസ്രി ഒഴിവാക്കല്ല കേട്ടോ എന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പോ മുസ്ലിയാക്കന്മാർ. വഹാബിയുടെ പ്രസംഗം കേട്ടിട്ട് നിങ്ങൾ മമ്പർന്നകൾ ഒഴിവാക്കല്ല കേട്ടോ, ബദരീകൾ ഒഴിവാക്കല്ല കേട്ടോ, അവരെ നിങ്ങൾ വിളിച്ചോ എന്ന് പറഞ്ഞ ആളുകളെ പ്രേരിപ്പിക്കാണ്. ഈ കെ വിഭാഗത്തിന്റെ നേതാവാണ് സലാഹുദ്ദീൻ ഫൈസി. അദ്ദേഹം ഖുതുബുസ്സമാൻ മമ്പർന്നങ്ങളെ വിളിക്കാൻ വേണ്ടി ആളുകളെ പ്രേരിപ്പിക്കുന്ന ഒരു ഭാഗം നിങ്ങൾ കേട്ടോളൂ. ആരും അതുകൊണ്ടാണ് നമ്മളെ മുൻകഴിഞ്ഞ മഹാന്മാര് മഹത്തുക്കള് ഔലിയാക്കന്മാർ ഇവരൊപ്പം സ്ഥാപിക്കാറുണ്ടായ കാരണമെങ്കിൽ ആ പഴയ കാല സംസ്കാരത്തിലേക്ക് തിരിച്ചു പോകുക. അല്ലാഹുവിന്റെ യഥാർത്ഥ ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട അടിമകൾ ഔലിയാക്കളെ സ്നേഹിക്കുന്നവരാണ്. ഔലിയാക്കളെ ഉപദ്രവിക്കാത്തവർക്ക് അല്ലാഹുവിന്റെ കുറിച്ചില്ല. അപ്പൊ പൊതുജനങ്ങളോട് പറയാണ്, നിങ്ങൾ ഖുതുബുസ്സമാനെ വിളിച്ചോ, എവിടെ വെച്ചും വിളിച്ചോ, ആ വിളി കേൾക്കാനുള്ള കഴിവ് അള്ള കൊടുത്തിട്ടുണ്ട്. അല്ല എവിടെയാ പറഞ്ഞത്? റസൂലിനെ വിളിച്ചവരെയൊക്കെ. ഞാനിപ്പോ മഴയ്ക്ക് വേണ്ടി തേടിയ സംഭവം ഇവിടെ പറഞ്ഞത്. മഴയ്ക്ക് വേണ്ടി തേടി റസൂൽ ഉള്ള കാലത്ത് റസൂലിനോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടു. റസൂൽ വഫാത്തായിട്ടോ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ അള്ളാഹിനോട് പ്രാർത്ഥിക്കുക ചെയ്തു, റസൂലിനോട് പ്രാർത്ഥിച്ചില്ല. കാരണം എന്താ? റസൂലിനോട് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് അവർ മനസ്സിലാക്കിയിട്ടുള്ളത്, അത് ശിർക്കാണെന്ന് അവർ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ ആരാ ഇവിടെ മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കുന്നത്? ഞങ്ങളെ കുറിച്ചുള്ള ആക്ഷേപം, ഞങ്ങൾ മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കുന്നു. മുശ്രിക്കായി പോകല്ല ജനങ്ങളെ എന്നാണ് നമ്മൾ പറയുന്നത്. ഇവരല്ലേ മുശ്രിക്കാക്കുന്നത്? ഖുതുബുസ്സമാനെ വിളിച്ചോ, മമ്പർന്നങ്ങളെ വിളിച്ചോ, ബദരീങ്ങളെ വിളിച്ചോ, അവർ കേൾക്കാനുള്ള കഴിവ് കൊടുത്തിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് ആളുകൾ അതിലേക്ക് പ്രേരിപ്പിക്കുന്നവരല്ലേ ശിർക്കിലേക്ക് നയിക്കുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഇത് എവിടെ എത്തി? ഇത് അഹ്ലുസുന്നത്തിന്റെ മാർഗമാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു അല്ലാത്തവരോട് ഇസ്തിഗാസ നടത്തിയിരുന്നു എന്ന് സ്ഥാപിക്കാൻ സഹീഹായ ഹദീസുകൾ ദുർവ്യാഖ്യാനം ചെയ്യുകയും ലഈഫായ ഹദീസുകൾ സഹീഹാണെന്ന നിലക്ക് ജനങ്ങൾ മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് സ്വലാത്ത് നഗറുകളെന്ന് പറഞ്ഞിട്ട് സ്വലാത്തിന് വേണ്ടി ആളുകളെ വിളിച്ചുകൂട്ടുന്നു പരിശുദ്ധ റമളാനിൽ പോലും. എന്നിട്ട് എന്താ ചെയ്യുന്നത്? യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞ റസൂലിനെ വിളിച്ച് തേടുകയാണ്. ഇതിൽ കേട്ടോളൂ, ഒരു 3 ക്ലിപ്പ് ഒന്നിച്ച. ഒന്ന് സ്വലാത്ത് നഗറിൽ കണ്ണൂരിൽ ഒരു മുസ്ലിയാരി തേടുന്നത്, മറ്റൊരു ലക്ഷദ്വീപിലെ തങ്ങൾ തേടുന്നത്, പിന്നെ കാന്തപുരം തേടുന്നത്. കേട്ടോളൂ.
പാപ്പനാണ് നിങ്ങള്, നിങ്ങളെ പകർത്ത് വേണമെന്നുള്ള നിങ്ങള്, നിങ്ങൾ അനുഭവമാണ് കേട്ടില്ലേ? 3 തരം പ്രാർത്ഥനകളാ പടവ് കേൾപ്പിച്ചത്. ഒന്ന്, കണ്ണൂർ ജില്ലയിൽ ഒരു യുവാവായ മുസ്ലിയാര് സലാത്ത് നടത്തില് യാ റസൂലല്ലാ യാ ഹബീബല്ലാ എന്ന് വിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. എന്തൊരു ഭക്തിയാണ് ആലോചിച്ചു. എന്നിട്ട് ജനങ്ങൾ അതിന് ആമീൻ, അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ചിട്ട് ആമീൻ പറയാ. അള്ളാഹുവേ നീ ഉത്തരം ചെയ്യണേന്ന് ആമീൻ എന്ന അർത്ഥം. അത് അള്ളാഹിനോട് ചോദിച്ചില്ല, അള്ള ഉത്തരം ചെയ്യാ. യാ റസൂലല്ലാ എന്ന് വിളിച്ചാൽ അള്ള ഉത്തരം ചെയ്യോ? അത് കൗമിനറിഞ്ഞൂടാ. കൗമിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ദ്വയാണല്ലോ. നോക്കു നിങ്ങള്, അങ്ങേയറ്റത്തെ വിനയവും താഴ്മയുമാണ് ഒരു വലിയ ഇബാദത്താക്കുന്നത്. എന്തൊരു താഴ്മയാണ് കണ്ടില്ല ഞങ്ങള് അല്ലേ? സ്വർഗത്തിലേക്ക് ടിക്കറ്റ് കൊടുത്ത തങ്ങളെ, ഖത്താദറുള്ളാന് കണ്ണുവെച്ചു കൊടുത്ത തങ്ങളെ, മദീനത്ത് കിടക്കുന്ന തങ്ങളെ, ആരാ? റസൂലുള്ളാ. കണ്ടോ? പിന്നെ കാന്തപുരം മുസ്ലിയാർ, മറ്റേതൊക്കെ ചോട്ടാ മുസ്ലിയാക്കന്മാർ, ഇത് ഇന്റർനാഷണൽ മുസ്ലിയാരന്നെ. എന്താ പറഞ്ഞത്? യാ റസൂലേ, അവിടുത്തെ ആ ഹൗലുൽ കൗസറിന്റെ ഒരു കോപ്പ എനിക്കും തരണം നബിയേ. അതിലും കൗമ് ആമീൻ. നാട്ടുകാർക്കൊന്നും വേണ്ട, മൂപ്പരിക്ക് മാത്രം ഒരു കോപ്പ. കണ്ടോ? അപ്പൊ റസൂലുള്ളാഹിനെ വിളിച്ച് ദുആ ചെയ്യാണ്, റസൂലുള്ളാഹിനോട് വിളിച്ച് പ്രാർത്ഥിക്കാന്നുള്ളത് അവർ അംഗീകരിക്കപ്പെട്ട അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആളുകളായ ഞങ്ങൾക്ക് അംഗീകരിക്കപ്പെട്ട രീതിയാണെന്നാ പറയുന്നത്. എവിടെ പിന്നെ ശിർക്ക്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇതല്ലേ ഇസ്ലാം വിരോധിച്ച ശിർക്ക്? മരിച്ചുപോയ ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയെയും ലാസയെയും വിളിച്ച് പ്രാർത്ഥിക്കുന്ന കൗമ്, ഈസാ നബിയെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ക്രിസ്ത്യാനികള്, ഉസൈർ നബിയെ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്ന ജൂതന്മാര്, അതിനൊക്കെ വിരോധിച്ചുകൊണ്ടല്ലേ വിശുദ്ധ ഖുർആൻ കടന്നു വന്നത്? അതൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എതിരാണെന്നത് കൊണ്ടല്ലേ അബൂജഹലും കൂട്ടൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാതിരുന്നത്? എന്നിട്ട് ഇതിനെ ന്യായീകരിക്കാൻ ആയത്തോടുക, ഇതിനെ ന്യായീകരിക്കാൻ ഹദീസ് പറയുക, ഇത് പഠിപ്പിക്കാൻ വേണ്ടി പള്ളി ദർസും അറബി കോളേജും സംഘടനയും നടത്തുക. എവിടെ ഇസ്ലാമും മറ്റുള്ള മതവും തമ്മിൽ വ്യത്യാസം? യഥാർത്ഥ ഇസ്ലാമിനെ പറ്റി നമ്മൾ അന്യ സമുദായക്കാരോട് പറയുമ്പോ അവർക്ക് ഒന്നാമതായി പറഞ്ഞു കൊടുക്കാനുള്ള വ്യത്യാസം എന്താ? നിങ്ങൾ ഇസ്ലാമും ഞങ്ങളും തമ്മിൽ വ്യത്യാസം? നിങ്ങൾ ഏത് മതങ്ങളിലും അല്ലാത്തോട് പ്രാർത്ഥിക്കലുണ്ട്. ഞങ്ങൾ പറയുന്നു അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. അതാണ് ഒന്നാമത്തെ വ്യത്യാസം എന്ന് പറയണ്ടേ? ഇവിടെ ഇപ്പൊ എന്താ? ഞങ്ങളുടെ കൂട്ടത്തിലെ ദേവന്മാരെയും ദേവികളെയും വിളിച്ച് പ്രാർത്ഥിക്കുന്നു, നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങളുടെ കൂട്ടത്തിലെ മഹാന്മാരെ വിളിച്ചു തേടുന്നു. എന്താ വ്യത്യാസം എന്ന് ചോദിച്ചാൽ നമുക്ക് മറുപടി പറയാൻ പറ്റുമോ? എന്നിട്ട് സുഹൃത്തുക്കളെ ഇപ്പൊ പറഞ്ഞെന്താ അറിയോ? ഞങ്ങളെ എതിർക്കാൻ ഇനി നിങ്ങൾക്ക് അധികാരമില്ല. ഇപ്പോ പുതിയതായ വിവാദങ്ങൾ ഉണ്ടായപ്പോ മുജാഹിദ് പ്രസ്ഥാനത്തിൽ കുറെ ആളുകൾ ജിന്നിനോട് തേടാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പുതിയ വിവാദം ഉണ്ടാക്കിയപ്പോ അത് മുതലെടുത്തുകൊണ്ടൊരു മുസ്ലിയാര് പറയാണ്, പണ്ട് ഞങ്ങളെ എതിർക്കാൻ നിങ്ങൾക്ക് അധികാരം ഉണ്ടായിരുന്നു, ഇപ്പൊ ഞങ്ങളെ എതിർക്കാൻ നിങ്ങൾക്ക് അധികാരമില്ല. കാരണം എന്താ? ഞങ്ങൾ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു, നിങ്ങൾ ജിന്നുകളെ വിളിച്ച് ശൈത്താന്മാരെ വിളിച്ച് സഹായം തേടുന്നു എന്ന് ഇവിടെ ഇപ്പൊ നന്നു വാദപ്രതിവാദം നടത്തിപ്പോയ ഒതുക്കുങ്ങക്കാര ഹസനി ഉണ്ടല്ലോ, അയാൾ പറയും. കേട്ടോളൂ. ശബ്ദം കൊടുക്കേ. തുടക്കമുണ്ട്. പണ്ടങ്ങൾക്ക് അധികാരം ഞങ്ങളെ വിളിക്കുമ്പോ അത് ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് അധികാരമില്ല. പണ്ടുങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ ഒരു വ്യത്യാസമുള്ളൂ. ഞങ്ങൾ അമ്പിയാക്കളെ വിളിക്കുമ്പോ നിങ്ങൾ ശൈത്താന്മാരുണ്ട്.
ഞങ്ങൾ അമ്പിയാക്കളെ ഔലിയാക്കളെ വിളിക്കുന്നു, നിങ്ങൾ ശൈത്താന്മാരെ വിളിക്കുന്നു. ഈ ഒരു വ്യത്യാസമുള്ളൂ, വേറൊരു വ്യത്യാസമില്ല. നോക്കിങ്ങൾ, അള്ളാന്റെ പേരില് റസൂലിന്റെ പേരിൽ നുണ പറയുന്ന ആളുകൾ ഞങ്ങളുടെ പേരിൽ നുണ പറഞ്ഞു. ഞങ്ങൾ ശൈത്താന്മാരെ, ശൈത്താനെ രക്ഷിക്കണേന്ന് പറയല്ലേ ഇപ്പൊ ഞങ്ങളൊക്കെ, അല്ലേ? ജിന്നെ രക്ഷിക്കണേന്ന് ഒരു ക്ലിപ്പ് ഇവർക്ക് കാണിക്കാൻ പറ്റുമോ? ഇപ്പൊ ഇവര് യാ റസൂലല്ലാ യാ ഹബീബല്ലാ 3 ക്ലിപ്പ് ഇവരെ കാണിച്ചു. 2 ചോട്ട മുസ്ലിയാർ, ഇന്റർനാഷണൽ മുസ്ലിയാർ. എന്നാൽ ഒരു മുജാഹിദ് പ്രവർത്തകൻ, പൗലവിയും ദായി ഒന്നും വേണ്ട, ഒരു സാധാരണ മുജാഹിദ് പ്രവർത്തകൻ ജിന്നെ രക്ഷിക്കണേ, ശൈത്താനെ കാക്കണേ എന്ന് പറഞ്ഞൊരു ക്ലിപ്പ് ഇവർക്ക് കാണിക്കാൻ കഴിയോ? കഴിയില്ല, ആർക്കും കഴിയില്ല. അപ്പൊ ഇല്ലാത്ത വാദം ഒരു കൂട്ടര് കഴിഞ്ഞ KNM ഇലക്ഷനോടനുബന്ധിച്ച് ഉണ്ടാക്കിയ ഒരു വാദം, എന്ത്? മുജാഹിദുകളെ ചേരി തിരിച്ച് സംഘടന പിടിക്കാൻ ഏറ്റവും നല്ല തൗഹീദും ശിർക്കും പറഞ്ഞ് ഭിന്നിപ്പിക്കല. നമ്മുടെ കൂട്ടത്തിൽ കുറെയാണ് ശിർക്കിലൊക്കെ പോയിട്ടുണ്ട്. 2002 മറവൂർ വിഭാഗം പറഞ്ഞ അതേ ആരോപണം ഇപ്പൊ ഒരു കൂട്ടരും ഏറ്റെടുത്തിട്ട് അതങ്ങ് ജനങ്ങൾക്ക് ഇട്ടുകൊടുത്തു. അപ്പൊ മുസ്ലിയാക്കന്മാരെന്നോ കെട്ടിപ്പോയി മുടിയിൽ അമർന്നി ഇറക്കിയത്. മുടി റസൂലുള്ളാഹിന്റെ മുടിയാണെന്നും പറഞ്ഞ് ഏതോ 12 മുടി കൊണ്ടുവന്നിട്ട് ഇതാ അതിന്റെ സനത് ഇപ്പൊ വായിക്കുന്നൊക്കെ പറഞ്ഞ് അവസാനം സനതുമില്ല, മുടിയില്ല, കേസും കൂട്ടേറ്റിരിക്കപ്പോ. അങ്ങനെ എല്ലാ മുസ്ലിം വിഭാഗങ്ങളും പ്രവാചകന്റെ തിരുകേശത്തിന്റെ പേരിൽ പ്രവാചകൻ അവഹേളിക്കുന്ന വിഭാഗമാണ് കാന്തപുരം വിഭാഗമെന്ന് മുസ്ലിം വിഭാഗങ്ങളൊക്കെ പറഞ്ഞു അമർന്ന് തലമൊഞ്ചിക്കാൻ പറ്റാതെ. അപ്പൊ ഈ ചാൻസിൽ മുജാഹിദുകൾക്കിടയിലുള്ള ഭിന്നിപ്പ് അത് പുറത്തിറങ്ങിയപ്പോ അതൊന്ന് മുതലെടുക്കാൻ നൽകി മുസ്ലിം ചാടി വീണതാ. കണ്ടോ, നിങ്ങൾക്കിപ്പോ ഞങ്ങളെ പോയി ആയില്ലെങ്കില് ഞങ്ങൾ അമ്പിയാക്കളെ ഔലിയാക്കളെയും വിളിക്കണു, നിങ്ങൾ ജിന്നിനെയും ശൈത്താനെയും വിളിക്കണു എന്ന് പറഞ്ഞിട്ടൊന്ന് ആക്കാൻ നോക്കുകയാണ്. ഒരാൾക്കും തെളിയിക്കാൻ കഴിയില്ല. ഒരൊറ്റ മുജാഹിദ് പ്രവർത്തനം ജിന്നിനെയും ശൈത്താനെയും വിളിച്ച് പ്രാർത്ഥിക്കുന്നില്ല എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇവരെ യഥാർത്ഥത്തിൽ അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നതാണ് കൂടുതൽ ഫലപ്രദമെന്നാണ് ജനങ്ങളെ പഠിപ്പിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ടില്ലേ, PK വിഭാഗത്തിന്റെ നേതാവ് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ്, അദ്ദേഹത്തോട് ചോദിച്ചു ഇസ്തിഗാസയുടെ ശർഈയായ ഹുക്മ എന്താണ്? മൂപ്പര് പറയാണ് അത് ജായിസാണ്. അപ്പൊ ചോദ്യകർത്താവ് ജായിസ് പറഞ്ഞാൽ ചെയ്യും ചെയ്യാം, ചെയ്യാതിരിക്കുകയും ചെയ്യാനല്ലേ, ചെയ്താൽ പ്രത്യേകിച്ച് കൂലില്ല, ചെയ്തില്ല പ്രത്യേകിച്ച് ദോഷമല്ല. അപ്പൊ മൂപ്പര് പറയാ അങ്ങനെയല്ല, അത് ശർഈൽ വെറും ജായിസല്ല, കൂടുതൽ എഫക്റ്റീവാണ്, ഫലപ്രദമാണ്. എന്നിട്ട് ഉദാഹരണം പറഞ്ഞെടുത്തൊരു ബെൻസ് കാറ് പോണതും ലോക്കൽ KSRTC ബസ് പോണതും രണ്ടും ജായിസല്ലേ? എന്നാ ഒന്ന് കൂടുതൽ ഫലപ്രദല്ലേ ബെൻസ് പോണത്? അതുപോലെയാണ്. എങ്ങനെ അപ്പൊ ആളുകൾ എടുക്കാൻ പോവുക? മുമ്പിൽ ബെൻസും ഉണ്ട്, ലോക്കൽ KSRTC ഉണ്ട്, രണ്ടും ജായിസ, രണ്ടിലും കയറാം. ഈ അമ്മയിലാ കയറിയ ലോക്കൽ KSRTC ബെൻസ് കയറൂലേ? അപ്പൊ അള്ളാനെ മാത്രം വിളിച്ചു തേടുന്നത് ലോക്കൽ KSRTC. അപ്പൊ ആരും വിളിക്കാൻ പോവില്ല, പള്ളിയിലൊന്നും ഒരു തിരക്കില്ല. മറ്റൊരു ബെൻസ് കയറിയാൽ മതി, പെട്ടെന്ന് ഉത്തരം കിട്ടി. അപ്പൊ ജാറത്തുകൾ ഭയങ്കര തിരക്ക്. കണ്ടോ, അയാൾ പറഞ്ഞു കേട്ടോ. ഇതിന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ വെള്ളം ശബ്ദം ക്ലിയറിലേക്ക് ഇടണ്ട, നിങ്ങൾ കാസറ്റ് എടുക്കുമ്പോൾ ഇട്ടാൽ മതി. അപ്പൊ ഇസ്തിഗാസ ശർഈൽ അംഗീകരിക്കപ്പെട്ട കാര്യമാണ്, അനുവദിക്കപ്പെട്ട കാര്യമാണ്. അപ്പൊ ഇയാൾ ചോദിച്ചു, ഇങ്ങനെ ഇബാഹത്ത് എന്ന് പറഞ്ഞാല് അനുവദനീയം, അപ്പൊ ചെയ്യുകയും ചെയ്യാം, ചെയ്യാതിരിക്കുകയും ചെയ്യാം. അപ്പൊ കുടിക്കല്ലോ. അപ്പൊ പിന്നെ പണ്ടേ നമ്മൾ വാദപുരത്തിൽ ചോദിക്കണത്, കാരണം വാദപുരത്തിൽ വ്യവസ്ഥയിടൽ എങ്ങനെയറിയോ? മുയ്യദ്ദീൻ ശൈഖെ രക്ഷിക്കണേ, ബദരീകളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചുപോയവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ശിർക്കാകുന്നു മുജാഹിദുകൾ, അത് അനുവദനീയമാകുന്നു സുന്നികൾ, ജായിസാകുന്നു. അപ്പൊ വാദപുരത്തിൽ നമ്മൾ ചോദിക്കും, മുസ്ലിയാരെ ഒരു ജായിസിന് വേണ്ടി നമ്മൾ ഇങ്ങനെ തർക്കിക്കണോ? ജായിസ് പറഞ്ഞ എന്താ? ചെയ്യും ചെയ്യാ, ചെയ്യാതിരിക്കും ചെയ്യാ. ഒരു മുജാഹിദ് അള്ളാനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ച് മരിച്ചുപോയി, തൊട്ടപ്പുറത്തെ സുന്നി അള്ളാനെയും വിളിക്കും, ഇടയ്ക്ക് ബദരീകളെയും വിളിക്കും, ഇടയ്ക്ക് മമ്പർത്താങ്ങളെയും വിളിക്കും. മരിച്ചെന്നാ രണ്ടാളും ഒരുപോലെയാണെന്നല്ലേ ജായിസാണെന്ന അർത്ഥം. ബദരീകളെ വിളിച്ചോന് പ്രത്യേക കൂലിയില്ല, വിളിക്കാത്ത മുജാഹിദിന് പ്രത്യേക ശിക്ഷയില്ല. എന്നാ പിന്നെ എന്തിനാ നമ്മൾ ഈ തർക്കിക്കണം? വാദപുര ഒക്കെ എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ അതിന് രക്ഷപ്പെടാൻ വേണ്ടി ബെൻസുകാരന്റെ ഉദാഹരണം പറഞ്ഞു. നോക്കുന്നത് അത് കഴിഞ്ഞിപ്പോ ഒന്നുകൂടി മുന്നോട്ട് പോയിപ്പോ ഇപ്പൊ പുണ്യകർമ്മമാണെന്നാ പറയുന്നത്. വെറും ജായിസല്ല, അൽവി സഖാഫി പറയുന്നുണ്ട്, ശർഈൽ ജായിസായ
കിട്ടോ? ചങ്ക് പിടിച്ച മാതിരി കിട്ടണ്ട എന്നിട്ടോ? സഹായതേട്ടം എന്നാണ് ഇതിന്റെ മലയാളത്തിലുള്ള അർത്ഥം. സഹോദരന്മാരെ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ നിലപാട് നമുക്കറിയാം. അത് പുണ്യകർമ്മമാണ്, പുണ്യകർമ്മമാണ്, അനുവദനീയമാണ് എന്നാണ് ഇത് സംബന്ധമായി അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് പറഞ്ഞിട്ടുള്ളത്. അത് കണ്ടോ? എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? സുന്നത്താണെന്ന് പറയാൻ തുടങ്ങിയാണ്. അതുകൊണ്ട് 3 പുണ്യകർമ്മം. അപ്പൊ സുന്നത്താണെന്ന് പറയുന്ന പക്ഷെ തെളിയിക്കാൻ കഴിയില്ലാത്തത് പെട്ടെന്ന് മെഴുകുന്ന പുണ്യകർമ്മമാണ്. അപ്പൊ ജായിസുമൊന്നും പോയിപ്പോ ജായിസുമാണ്, പുണ്യകർമ്മമാണ്. അപ്പൊ ഒരിങ്ങളെ രക്ഷിക്കണേ പറഞ്ഞാൽ കൂലി കിട്ടുന്ന വിവാദത്തായിപ്പോ. പണ്ടത്തെ ഇവരെ ഈ ക്യാസമൂല്യർ മുതൽക്ക് കന്യത്ത് മുതൽക്കൊക്കെ ഏരിയ വാഴപ്രയോഗത്തിലുണ്ടാ ജായിസാണ്, ശറഇൽ ജായിസാണ്. ഇപ്പൊ അയിമന്ന് പോയി ജായിസും ഫലപ്രദമാണ് എന്ന് എഫക്റ്റീവ് ആക്കി ഒന്നുകൂടി. പിന്നെന്താക്കി? പുണ്യകർമ്മമാണ്. സൂന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് സുന്നത്താന്ന് പറയാൻ നോക്കണം നിങ്ങള്. അപ്പൊ യഥാർത്ഥത്തിൽ ഇസ്തിഗാസക്ക് വേണ്ടിയുള്ള ആയത്തുകളൊക്കെ കേട്ടാൽ അത് ഫർലാന്നല്ലേ തോന്നുന്നു. ഇസ്തിഗാസക്ക് ആയത്ത് ഇന്നവാലിക്കുമുള്ള മറ്റു ആയത്തൊക്കെ ഇങ്ങനെ കേട്ടാൽ അത് ഫർലാന്നുള്ളിടത്താണ് യഥാർത്ഥത്തിൽ അവർ സ്ഥാപിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. പക്ഷെ തെളിയിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അവസാനം അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഇതാണ് യഥാർത്ഥത്തിൽ മുശ്രിക്കാർക്കത്. ന്യായീകരണങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് അതിലേക്ക് കൂടുതൽ ആളുകളെ പ്രേരിപ്പിക്കുകയാണ്. വെറും ജായിസ് എന്ന് പറഞ്ഞ ആളെ കിട്ടുന്നില്ല. അപ്പൊ എന്താക്കി? ജായിസ് മാത്രമല്ല, ഫലപ്രദം കൂടിയാണ്. അപ്പൊ അള്ളാഹിനോട് പ്രാർത്ഥിച്ചാൽ ഫലം കുറവ്, അല്ലാത്തവർ പ്രാർത്ഥിച്ചാൽ വളരെ ഫലപ്രദം. ഒരു ദാരിമി പ്രസംഗിച്ച ക്ലിപ്പ് ഞാൻ കേട്ടിട്ടുണ്ട്. അള്ളാഹിനോട് പ്രാർത്ഥിച്ച കിട്ടിയോ കിട്ടി,
الله الرحمن الرحيم بسم الله الرحمن الرحيم ألف لام ميم ألف لام ميم تنزيل الكتاب لا ريب فيه من رب العالمين تنزيل الكتاب لا ريب فيه من رب العالمين أم يقولون افتراه بل هو الحق من ربك لتنذر قوما ما أتاهم من نذير من قبلك لعلهم يهتدون بل هو الحق من ربك لتنذر قوما ما أتاهم من نذير من قبلك لعلهم يهتدون الله الذي خلق السماوات والأرض وما بينهما في 6 أيام കൂട്ടരില്ലേ ഈ വൃദ്ധയിൽ എന്താ ആസ്വദിക്കാനുള്ളത്? പല ശിർക്കൻ വരികളും അതിലുണ്ട്. അതിൽ അദ്ദേഹം പറയാണ്, നസാറാക്കൾ അവർ നബിയെ പറ്റി പറഞ്ഞു ഇനി ഒഴിവാക്കി. അതെന്താ? ദൈവപുത്രൻ എന്ന വാക്കിന് റസൂലുള്ളാഹിനെ പറ്റി പറയണ്ട, അതല്ലാത്ത മതി എന്താണെങ്കിലും പറഞ്ഞു. എന്നിട്ട് മൂപ്പരൻ അതിനെന്ത് ചെയ്തു? ഒരു ന്യായം, ഒരു രൂപം കാണിച്ചു കൊടുത്തു. وَإِنَّ مِنْ جُودِكَ الدُّنْيَا وَضَرَّتَهَا وَمِنْ عُلُومِكَ عِلْمَ اللَّوْحِ وَالْقَلَمِ. നബിയെ, നിങ്ങൾ ഔദാര്യത്തിൽപ്പെട്ടതാണ് ഈ ദുനിയാവും അതിന്റെ സഹകടത്രമായ ആഖിറവും. കണ്ടോ, ദുനിയാവും ആഖിറത്തും റസൂലിന്റെ ഔദാര്യത്തിൽപ്പെട്ടതാണ്. റസൂൽ ഔദാര്യം ഒരുപാട്, അതിൽ അല്പം മാത്രമാണത്. വമിൻ ഉലൂമിക, നിങ്ങളുടെ ഇൽമിൽ നിന്നുള്ള അല്പം മാത്രമാണ്. ഇൽമൽ ലൗഹി വൽ ഖലമി, ലൗഹുൽ മഹ്ഫൂദിന്റെ വിജ്ഞാനവും കലമിന്റെ വിജ്ഞാനവും ലോകം പടച്ചത് മുതൽ ഖിയാമത്ത് നാൾ വരെയുള്ള കാര്യങ്ങളൊക്കെ അള്ള രേഖപ്പെടുത്തി വെച്ച സ്ഥലത്തിനാണ് എന്ത് പറയാ? ലൗഹുൽ മഹ്ഫൂദ്. അത് എഴുതാൻ ഉപയോഗിച്ച് യന്ത്രാണ് കലമി. അതിന്റെ വിജ്ഞാനം, അള്ളാന്റെ വിജ്ഞാനം, അതൊക്കെ നബിന്റെ വിജ്ഞാനത്തെ അടിച്ചു പോകുമ്പോൾ കുറവാണ്. അപ്പൊ ലൗഹുൽ മഹ്ഫൂദിനേക്കാൾ വിജ്ഞാനം ആയിരിക്കുന്നുണ്ട്. അപ്പൊ ദൈവപുത്രനല്ല, ദൈവത്തിന്റെ അപ്പുറത്താക്കി. കണ്ടോ, ദൈവമാണെന്നോ ദൈവപുത്രനാണെന്നോ ദൈവാവതാരമാണെന്നോ അല്ലേ? മാത്രല്ല, ദൈവ അവതാരം അള്ളാഹുവിന്റെ റസൂലിനെ അള്ളാഹിനോട് ചോദിക്കുന്ന പോലെ ചോദിക്കുന്നു അല്ലേ? അള്ളാഹു പലരും അവതരിച്ചിട്ടുണ്ട് ഞങ്ങളുടെ വിശ്വാസം. ഹല്ലാജിന്റെ വാദം എന്തായിരുന്നു? അനല്ലാ, ഞാൻ അള്ളയാണ്. എന്താ? എന്നിൽ അള്ളാഹു അവതരിച്ചിരിക്കുന്നു. ഹുലൂല് വാദം. അതുകൊണ്ടാണ് ബഗ്ദാദിൽ വെച്ച് കുരിശിൽ തറച്ച് പരസ്യമായി ഹല്ലാജിനെ കൊന്നത്. എന്നിട്ട് ഹല്ലാജ് രക്തസാക്ഷിയാണ് ഞങ്ങൾ പറയുന്നത്. ഇപ്പോഴും സൂഫിസത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച മഹാനായ ഹല്ലാജിന മൊയ്യദ്ദീൻ അലി പറഞ്ഞില്ലേ, ഹല്ലാജെ കൊല്ലുന്ന അന്നു ഞാനുണ്ടെങ്കിൽ അപ്പോഴേ അവർ കൈപ്പേടിപ്പൻ ഞാനെന്നോവർ. ഞാൻ ദൈവമാണെന്നും എന്നിൽ അള്ളാഹു അവതരിച്ചിട്ടുണ്ടെന്നും വാദിച്ചുകൊണ്ട് ആളുകളെ ഫിത്നയിലാക്കിയപ്പോ അവിടുത്തെ ശരീഅത്ത് കോടതി എല്ലാ ജഡ്ജിമാരും ഒന്നടങ്കം പറഞ്ഞു വളരെ പരസ്യമായി കുറിച്ച് തറച്ചു കൊല്ലണോ. അങ്ങനെ കൊന്നത് രക്തസാക്ഷിയെന്നാ പറയുന്നത്. അപ്പൊ അള്ളാഹ് അവതരിച്ചിട്ട് പലരുന്ന വിശ്വാസങ്ങൾക്കുണ്ട്, ഹുലൂലിന്റെ വാദങ്ങൾക്കുണ്ട്. ഇതൊക്കെ ഉള്ളതോട് കൂടി തന്നെ ഞങ്ങൾ അതിലേക്ക് എതിർക്കുന്നത്. ഇത് നിങ്ങൾ ഒഴിവാക്കണം. ഇത് റസൂലുള്ളാഹി പറഞ്ഞില്ലേ? ക്രിസ്ത്യാനികൾ ഈസാ നബി അമിതമായി വാഴ്ത്തി പറഞ്ഞതുപോലെ നിങ്ങൾ എന്നെ വാഴ്ത്തി പറയല്ലേ, ഞാൻ അള്ളാന്റെ അടിമയും അവന്റെ റസൂലുമാണ്, അത് മാത്രമേ നിങ്ങൾ പറയാവൂ. അതിനപ്പുറത്തേക്ക് കടന്നു. ക്രിസ്ത്യാനികൾക്ക് സംഭവിച്ചത് പതി സംഭവിച്ചു അല്ലേ? ഈസാ നബിയെ പ്രശംസിച്ച് ദൈവപുത്രനാക്കി. ഈസാ നബിയോട്, യേശു ക്രിസ്തുവിനോട് ക്രിസ്ത്യാനികൾക്ക് ദേഷ്യമുള്ളതുകൊണ്ടാണോ? അപ്പൊ സ്നേഹം അതിര് കവിഞ്ഞു, ആദരവ് പരിധി വിട്ടു. അത് ഈ ഉമ്മത്തിലും ഉണ്ടാകും, അത് ശിർക്കിലേക്ക് പോകും എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ശിർക്കിന് ന്യായീകരണം കണ്ടെത്തിക്കൊണ്ട്, ശിർക്കിന് പുതിയ പുതിയ വ്യാഖ്യാനങ്ങൾ കൊടുത്തുകൊണ്ട് മുസ്ലിം ഉമ്മത്തിനെ ശിർക്കിൽ ഉറപ്പിച്ചു നിർത്തുവാനാണ് മുസ്ലിയാക്കന്മാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ, ഇപ്പോ ശരിയായ ഖബർ വ്യവസായമല്ലേ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെയും നിങ്ങൾക്ക് കാണാൻ സാധിക്കും പല ജാറങ്ങളും അല്ലേ? ഇമ്രാൻ നബിന്റെ ജാറുന്നുണ്ട്, ജാറുണ്ട് ഇവിടെ. എത്ര നീളാണ്! ഞാൻ പറഞ്ഞ് ഇയാളൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്താണെങ്കിൽ കറണ്ട് എപ്പോഴും പോകും. കാരണം എന്താ? ലൈനുമ തട്ടിയിട്ട് അത്ര നീളം 3 കബർ ഒന്നിച്ചുണ്ടാക്കിയതാ. ഇവിടെ കണ്ടിട്ടുണ്ട ഇമ്രാൻ നബി എന്ന നബി എന്നല്ല. കണ്ടോ ആരതൊക്കെ ഉണ്ടാക്കിയത്? അങ്ങനെ ഉണ്ടാക്കന്നെ. ഒരു നബിക്ക് പല സ്ഥലത്തും ജാറും ഇവിടെ ഉണ്ടാവും. അതിന്റെ ഇറാഖിലുണ്ടാവും, അതിന്റെ സിറിയയിലുണ്ടാവും.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാതെ ഒരൊറ്റ നബിയുടെ ഖബറും ഇന്ന സ്ഥലത്താണെന്ന് കൃത്യമായി നമുക്ക് അള്ളാഹ് മനസ്സിലാക്കി തന്നിട്ടില്ല. എന്ത് 25 നബിമാരെ ചരിത്രം ഖുർആനിൽ പറഞ്ഞിട്ട് ഒരൊറ്റ നബിന്റെ ഖബർ എവിടെയെന്ന് ഖുർആൻ പറഞ്ഞാ എന്താ പറയാഞ്ഞേ? ഒരൊറ്റ നബി ജനിച്ചത് എവിടെയെന്ന് പറഞ്ഞോ? ജന്നത്തീയതി പറഞ്ഞോ? അപ്പൊ ജന്നത്തീയതിയും മരണത്തീയതിയും ഖബർ സ്ഥിതി ചെയ്യുന്ന സ്ഥലമൊന്നും പ്രധാനമല്ല. അവരുടെ ജീവിതത്തിൽ അമ്മക്ക് പിൻപറ്റേണ്ടത് എന്താ? അതാണ് യഥാർത്ഥത്തിൽ പ്രധാനപ്പെട്ടിട്ടുള്ളത്. ഇതൊക്കെ ചോദിച്ച് ഖബറിന്റെ ചുറ്റിപ്പറ്റി നടക്കുന്ന ഒരുപാട് അനാചാരങ്ങളുണ്ട്. ആളുകളെ സംബന്ധിച്ചിടത്തോളം പടച്ചോനെ പേടിക്കുന്നതിലേറെ പടപ്പുകളെ പേടിക്കുകയാണ്. ഒരു പള്ളിയിൽ പോയിട്ട് സത്യം ചെയ്യാൻ പറഞ്ഞു നോക്കാണ് ഒരു പേടില്ല, കള്ളസത്യം ചെയ്യാനും പേടില്ല. എന്നാൽ ജാറത്തിനെ പോയി സത്യം ചെയ്യാൻ ധൈര്യം ഉണ്ടോ ചോദിച്ചോക്കാം, കാല് പറിച്ച്, അപ്പൊ മുട്ടുകാല് പറിച്ച്. കാരണം എന്താ? അവിടെ പോയിട്ട് കള്ളസത്യം ചെയ്ത അവിടെ മറവാടപ്പെട്ട മഹാൻ കറാമത്ത് കാട്ടി ഉപദ്രവിക്കും. പിന്നെ പിറ്റേന്ന് കക്കൂസ് പോകുമ്പോ ചോരയായിരിക്കും വരിക. ബേജാറായി. കണ്ടോ? എന്താ? പടച്ചോനെ പേടിക്കുന്നതിലേറെ പടച്ചോനെ പടപ്പുകളെ പേടിക്കുന്നത്. നേരെ മറിച്ച് പള്ളിയിൽ പോയാൽ സത്യം ചെയ്യാൻ പറഞ്ഞാൽ ഒരു പേടിയില്ല. റിവേഴ്സ് വരവാ, പിന്നാക്കം പാടില്ല. കാരണം തിരിഞ്ഞു പോന്ന ബാക്ക് കബറിന്റെ നേരെയായി പോകുന്ന. കാബത്തിന് പോയിട്ട് വരാൻ മര്യാദ ഉണ്ടോ? ഒമ്രക്കൊക്കെ പോയാൽ നിസ്കരിച്ച് മൂടും തട്ടിക്ക് എണീറ്റ് പോരും. കാബത്തിന്റെ നേരെ മൂടാകുന്ന വല്ല വേജാറുണ്ടോ? അപ്പൊ കാബത്തെക്കാളേറെ ചില ജാറങ്ങൾ ബഹുമാനിക്കുന്നു. കണ്ടോ? പടച്ചോനെക്കാളേറെ ബഹുമാനിക്കുന്ന മഹാന്മാര് ഇവിടെ ഉണ്ടായി. പടച്ചോനെ പേടിക്കുന്നതിലേറെ, പടച്ചോന്റെ കുരുത്തക്കേട് പേടിക്കുന്നതിലേറെ ഔലിയാക്കന്മാരെ കുരുത്തക്കേടിനെ ഭയപ്പെടുന്നു. ഈ ഒരു അവസ്ഥയിലേക്ക് മുസ്ലിമീങ്ങൾ എത്തിയത് എങ്ങനെയാണ്? നിങ്ങൾ മനസ്സിലാക്കണം. വലിയ മുടക്കില്ലാതെ വേഗം പണക്കാരനാകുന്ന ഏർപ്പാടാണിപ്പോ ഖബർ വ്യവസായം എന്ന് പറയുന്നത്. എവിടെയൊക്കെ ഖബറുകൾ കെട്ടിപ്പൊന്തിച്ച് ചെറുതൊക്കെ ഉണ്ടായതോ അതൊക്കെ പെയിന്റ് അടിച്ച് ജീർണോദ്ധാരണം നടത്തി 250 വോൾട്ടേജുള്ള ബൾബ് അപ്പുറത്ത് ഇപ്പുറത്തിട്ട് ഒരുപാടും കുന്തിരിക്കവും പോയിച്ച് പരസ്യം കൊടുത്ത് വമ്പിച്ച പരസ്യമല്ല ഇപ്പൊ ജാറങ്ങൾക്കൊക്കെ. കാരണം ബിസിനസ്സാണ്, ബിസിനസ്സിന് പരസ്യ ആവശ്യമാണല്ലോ. അങ്ങനെ ആളുകളെ ഖബറിൽ കൊണ്ട് ജീവിക്കുന്ന അവസ്ഥയിലേക്ക് ഒരുപാട് ആളുകൾ. പല കോടതികളിൽ കേസ് എന്ത്? മരിച്ച ആളുടെ കുടുംബത്തിനാണോ ജാറത്തിലെ വരുമാനം അതോ കമ്മിറ്റിക്കോ? അവസാനം സമസ്തന്റെ അടുത്ത് ഫത്വ വന്നപ്പോ സമസ്ത പറഞ്ഞ് രണ്ടോട്ട് കൂടി യോജിച്ചോളി. ഇസ്ലാമിൽ ഇങ്ങനെ ഏർപ്പാടുണ്ടാകുമോ? ഹജ്ജിനൊക്കെ പോകുമ്പോൾ നമ്മുടെ നാട്ടിലെ മുസ്ലിയാക്കന്മാരും അവരൊപ്പം പോണ ചില ആളുകൾ 500 നോട്ടേറ്റ് പോകും. എന്നിട്ട് മദീനത്ത് ഇങ്ങനെ നടക്കുക, എവിടെയാ പെട്ടി നോക്കിയിട്ട്. റസൂലിന്റെ ഖബറിന്റെ അടുത്ത് വലിയ പെട്ടി ഉണ്ടാവുന്നല്ലേ വിചാരം. നമ്മുടെ നാട്ടിലെ ഖബറിന്റെയൊക്കെ പെട്ടി വെച്ചിട്ടാണല്ലോ ഭണ്ഡാരം. അവിടെ വല്ല പെട്ടിയുണ്ടോ മദീനത്ത്? അപ്പൊ ഈ രീതിയില് ഖബർ വ്യവസായമാണ് യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ചോദിച്ചാൽ പറയും ഖബർ സിയാറത്തല്ലേ? ഖബർ സിയാറത്താണെങ്കിൽ നമ്മളെപ്പാന്റെയും ഉമ്മാന്റെയും ബന്ധപ്പെട്ടത് ഖബർ നാട്ടിൽ അവിടെ പോയി സിയാറത്ത് ചെയ്താൽ പോരെ? എന്തിനാ ഖബർ സിയാറത്ത് ഇസ്ലാം സുന്നത്താക്കിയത്? പടച്ചോനെ കുറിച്ച് ഓർക്കാൻ, പരലോകത്തെ കുറിച്ച് ഓർക്കാൻ, മരണത്തെക്കുറിച്ച് ഓർക്കാൻ, ഖബറിലുള്ളവർക്ക് വേണ്ടി ദ്വാരക്കാൻ. എന്തല്ലേ ഹദീസിലുള്ളത്? ഇന്നതാണോ നടക്കുന്നത്? കണ്ണൂരിൽ നിന്നൊരാള് പരപ്പനങ്ങാടി ട്രെയിൻ ഇറങ്ങിയിട്ട് മമ്പറത്തേക്ക് വരുന്നത് മമ്പറം ചെയ്താൽ ഞങ്ങൾക്ക് പുറത്തു കൊടുക്കണേന്ന് അറിയാനാ? ആണോ? ഈ ഖബർ കണ്ടിട്ട് പരലോകത്ത് ഓർക്കാനാ? അല്ല. മുറാദുകൾ ഹാസിലാകണം. പോയ ഭർത്താവ് തിരിച്ചു വരണം, കടം വീടണം, വിസ കിട്ടണം, ജോലി പ്രൊമോഷൻ ആകണം, ഇങ്ങനെയുള്ള മാറാരോഗങ്ങൾക്ക് പരസിദ്ധി, പേപ്പർ ട്യൂഷൻ നിവാരണം ഇത്യാദി ആഗ്രഹങ്ങൾ സബലീകരിക്കാൻ വേണ്ടിയാണ് ജാറങ്ങളിലേക്ക് പോകുന്നത്, ജിയാറത്ത് ടൂർ നടത്തുന്നത്. ഏർവാടിയിലേക്കും അപ്രപാളയത്തിലേക്കും അതുപോലെ തന്നെ അങ്ങ് മഹാരാഷ്ട്രയിലും രാജസ്ഥാനിലും ഒക്കെ ഉള്ള പല ജാറകളിലേക്കും അജ്മീറിലേക്കൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് പോണെന്തിനാ? അള്ളാനോട് ചോദിച്ചിട്ട് കിട്ടാത്തത് ഇവരോട് ചോദിക്കാനാ പോണത്. കുറെ കാലമായി അള്ളാനോട് ചോദിക്കണം. നിസ്കാരത്തിന് ശേഷം രാത്രി താജ് നിസ്കരിച്ചിട്ടും ഒമ്ര ചെയ്തിട്ട് അവിടെ മക്കത്ത് കഴിഞ്ഞിട്ട് ഒന്നും കിട്ടില്ല. അത് കിട്ടാൻ വേണ്ടി എടുക്കുന്നത് മഹാന്മാര ജാറങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ രൂപത്തിൽ മുസ്ലിമീങ്ങള് അതപ്പതിച്ചു പോയി എന്നതാണ്. ഖബർ സിയാറത്ത്, ഖബർ പൂജ എന്ത്, അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഇപ്പോ മംഗലാപുരത്തിനടുത്ത് ഉള്ളാൾ, കേരളത്തിന്റെ അതിർത്തി കഴിഞ്ഞാൽ ഉടനെ വരുന്ന ഉള്ളാളാണ്. ഉള്ളാൾ സയ്യിദ് മദനിയുടെ ജാറമുണ്ട്. ആ ജാറ കമ്മിറ്റിക്കാർ ഇപ്പൊ അതൊന്ന് കുറച്ച് ബിസിനസ് ഉഷാറാക്കാൻ വേണ്ടിയിട്ട് ഒരു കാസറ്റ് ഇറക്കിയിട്ടുണ്ട്. ആ കാസറ്റിൽ പറയുന്നത് എന്താണെന്നറിയോ? സയ്യിദ് മദനി മരിക്കുമ്പോ ഭാര്യയോട് പറഞ്ഞത്രേ, എടീ ഞാൻ മരിച്ചാലും നിനക്ക് ജീവിക്കാനുള്ള എന്റെ ഖബറിന്ന് കിട്ടുമെന്ന്. കേട്ടോ അവരിറക്കിയ കാസറ്റ്? ജീവിതത്തിന് പോലും വകയില്ലാതെ കഷ്ടപ്പാടിൽ ജീവിക്കുന്ന സയ്യിദ് അവരോട് പ്രിയ പ്രേയസി ഒരിക്കൽ അവരുടെ സമീപത്ത് ചെന്നു താഴ്മയോട് ചോദിച്ചു, മഹാനവറുകളെ, അങ്ങ് രോഗശയ്യയിലാണ്, ജന്മം അല്ലാഹു തന്നു,
അതുകൊണ്ട് തന്നെ മരണമാണെന്റെ സഹയാത്രികന്. ആര് എപ്പോൾ മരിക്കുമെന്ന് ആർക്കും തിരിച്ചറിവില്ല. സാധുവായി എനിക്ക് മുമ്പാണ് വഫാത്താകുന്നുവെങ്കിൽ ഇനി ഞാൻ ജീവിതത്തിലേക്ക് വഴുതിയും. ഇത് കേട്ട് മഹാനവറുകൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ദേവി ഒന്നും ഭയപ്പെടേണ്ട, നിനക്ക് ജീവിക്കാനുള്ള വക എന്റെ കബറിടത്തിൽ നിന്ന് ലഭിക്കും. ഇത് കേട്ട് മഹാനവറുകൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ദേവി ഒന്നും ഭയപ്പെടേണ്ട, നിനക്ക് ജീവിക്കാനുള്ള വക എന്റെ കബറിടത്തിൽ നിന്ന് ലഭിക്കും. അപ്രതീക്ഷിതമായ മറുപടി കേട്ട് ബീവി പൊട്ടി. കഥ ഉണ്ടാക്കിയത് സയ്യിദ് മദനിങ്ങനെ പറഞ്ഞെന്ന് അള്ളാഹു ആയാലും ഒരു മുഅ്മിനായ മനുഷ്യൻ പറയോ ഞാൻ മരിച്ച എനിക്ക് ജീവിക്കാൻ എന്റെ ഖബറിന് കിട്ടുമെന്ന്? റസൂൽ പറഞ്ഞിട്ടുണ്ടോ? സ്വഹാബത്ത് പറഞ്ഞിട്ടുണ്ടോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നിമാരായ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ റസൂലിന്റെ ഖബറിന്റെ വരുമാനം കൊണ്ടാണ് ജീവിച്ചത്. തന്നെ എവിടുന്ന് കിട്ടി ഖബറിന്റെ വരുമാനം ഉണ്ടാക്കല്? ഇത് ഷിയാക്കൾ കൊണ്ടുവന്നതാ, ഇസ്ലാമിക സമുദായത്തിൽ ഇല്ലാത്തതാ. അപ്പൊ സയ്യിദ് മദനിയുടെ പേരിൽ നിനക്ക് ജീവിക്കാനുള്ള വക എന്റെ ഖബറിന് കിട്ടുന്ന അദ്ദേഹം വസിയത്ത് ചെയ്ത് പോയിരിക്കുന്നു എന്നാണ്. അതേ തന്നെ ഇത് പറയുന്നുണ്ട്. പിന്നെ ആ ദാമ്പത്യ വല്ലരിയിൽ സൂനങ്ങളൊന്നും വിരിഞ്ഞില്ല. ഇവർക്ക് മനസ്സിലായിണ്ടാവില്ലേ സാഹിത്യമായതുകൊണ്ട്? കുട്ടികളൊന്നും ഉണ്ടായില്ല. എന്നിട്ട് മക്കളില്ലാത്തവരെ എടുക്കാൻ പോണത് ആ ജാറത്തേക്ക്. സയ്യിദ് മദനിന്റെ ജാറത്ത് പോണ് മക്കളില്ലാത്തവർക്ക് മക്കളുണ്ട്, അവർക്ക് തന്നെ മക്കളുണ്ടായില്ല എന്നാ കഥാപ്രസംഗത്തിൽ പറയുന്നത്. അപ്പൊ നോക്കണം നിങ്ങൾ, ഇതൊന്നും ചിന്തിക്കാൻ നമ്മുടെ ഖൗമ് തയ്യാറില്ല. അല്ലാഹുവിന്റെ റസൂല് ഖബർ സിയാറത്ത് ചെയ്യാൻ നമുക്ക് സുന്നത്താക്കി. ആ സിയാറത്ത് ചെയ്യുമ്പോൾ പഠിപ്പിച്ച പ്രാർത്ഥന എന്താ? അസ്സലാമു അലൈക്കും അഹ്ലൽ ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലലാഹിഖൂൻ നസ്അലുല്ലാഹ